ഹലോ ഗൈസ്, അങ്ങനെയൊന്നുമില്ല, വണ്ടി എവിടെ നിർത്തണോ അവിടെ. നിങ്ങളിന്ന് അതെ, ഒരു അറ്റമില്ലാത്ത പോക്ക് പോവാണ്. ആലോചിച്ചിട്ടൊരു അറ്റമില്ലാത്ത പോക്കാണ്. അറ്റമില്ലാത്ത പോക്ക്. എന്തെങ്കിലുമൊക്കെ തടയായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ പോണു. അതെ തടയണ്ടേ? അതെ. ഞങ്ങക്ക് പിന്നെ ചെറിച്ചാലോണ് അറിയാലോ. അല്ലാത്തപ്പോ മണമണം. ഫുഡ് കഴിക്കാൻ എവിടേക്കാ പോകണ്ടേ? നിങ്ങൾ രണ്ടാളും പറഞ്ഞോളൂ, എവിടേക്ക് പോവാം. അങ്ങനെ ഒരു ഇതുമില്ല. അവിടെ പോയി കഴിക്കാം. ഇവിടെ ഇപ്പൊ അടുത്ത് 10,000 10,000 ഉണ്ടെന്നാ? അതിൽ കയറി 10,000 പോയിട്ട് ബിരിയാണി കഴിക്കാം. വേറൊരാളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് സെൽഫ് ഇൻട്രൊഡക്ഷൻ. മുഖപുര, ഇതാണ് ഇൻട്രൊഡക്ഷൻ. എന്തോ സൂപ്പർ സെറ്റ് സ്ഥലം. ആദ്യമായിട്ടാണ്. പിന്നെന്താ, വയനാട് മാറിക്കും. അതെ, അവനാന്റെ നാടാണ് ഇനി ആരോടും പറയണ്ട. എന്താ പച്ചപ്പ് ല്ലേ? ഇവിടെ എവിടെയല്ലേ നിങ്ങള് പെരാ? അല്ല, എന്റെ വീട് അവിടെ തന്നെയാണ്. പക്ഷെ എനിക്ക് എന്താ അറിയോ, ഈ ഒരു ഏരിയ ഇഷ്ടപ്പെട്ട സ്ഥലം. തത്തേങ്ങനെ നോക്ക, പച്ചപ്പ് ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വണ്ടി പോകുമ്പോ നോക്കേ, എന്തോ രസം അല്ലേ? കണ്ടിട്ട് ഇവിടെ ആരോ തൂങ്ങി മരിച്ചില്ലേ? ആ, ഇവിടെ നിങ്ങള് രാത്രി ഇത് കൂടെ എങ്ങനെ വരിക? എനിക്ക് പേടിയാണ്. ഞാൻ അതിനൊന്നും വരില്ല, ഞാൻ അപ്പുറത്ത് കൂടെ പോകും. ഒരു ദിവസം രാത്രി പിന്നെ വണ്ടി എടുക്കാൻ പോന്നിക്കാണ് ഷിഫ്റ്റ്. എന്നിട്ട് എന്നോട് ഇന്ന് അത് കൂടെ പോന്നൂടെ ഇന്നില്ലേന്ന്. പിന്നെ അവിടേക്ക് എത്തിയപ്പോ ആന ഇറങ്ങുമെന്ന് പേടിച്ചു. ഈ റോഡിൽ കൂടെ വന്നവരെ ഇവിടെ ആന ഇറങ്ങലുണ്ട് കേട്ടോ. ആന, പുലി, കടുവ, സിംഹം, എല്ലാ വന്യമൃഗങ്ങളും ഉണ്ടാവും. കാരണം കാട്ടുവാസികൾ താമസിക്കുന്നിടത്തത് ഉണ്ടാവും. അതൊന്നല്ല, ആ മല, ആ ഇത് നോക്കാം, അതൊന്ന് കാണിച്ചു കേട്ടോ. അതോ പാറ, കല്ലമ്പാറ എന്ന് പറയും. എന്തോ രസം. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് വേറെ എവിടെ പോയാൽ കിട്ടും? അട്ടപ്പാടി പോയാൽ കിട്ടോ? കാഞ്ഞിരപ്പുഴ പോയാൽ കിട്ടോ? വയനാട് പോയാൽ കിട്ടോ? എവിടെ പോയാലും കിട്ടില്ല, എവിടെ പോയാലും കിട്ടില്ല. ഇത്രയും നല്ലൊരു സ്ഥലം, പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തത്തേങ്കൽ തന്നെ ഉള്ളൂ. എനിക്കിഷ്ടം. ഹലോ ഗൈസ്. ഹലോ. അപ്പൊ നമ്മൾ എന്തിനാ വന്നിക്കണേ? വെറുതെ ഇവിടേക്ക് വന്നല്ല, വീഡിയോക്ക്. എന്താ പറയാ, ഞങ്ങളെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വരുന്നത് ഒരു വണ്ടിന്റെ മഴയത്ത് കുടുങ്ങി ഗൈസ്. നോക്കൂ ഗൈസ്, കണ്ണേട്ടനും കുട്ടിയും ഭയങ്കര പ്രശ്നത്തിലാ. പ്രശ്നല്ല, ഇവൻ പ്രശ്നക്കാരനാണ്. ഇവൻ വെറുതെ ഇത് പിടിച്ച് തിരിക്കാണ്. ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കണത്. ഗൈസ്, നമ്മള് വീഡിയോ എടുക്കുന്ന ഇടയില് മഴ ഉണ്ട് പെയ്തു. അപ്പൊ ഫ്രീ കിട്ടിയ കുട ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ കണ്ണേട്ടന്റെ ഫ്രീ ഇട്ട് കൂടെയും കൂടി ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. അല്ല അപ്പൊ എന്താ ചെയ്യാ? പിന്നെ എന്താ പറയാ, കുട്ടിക്ക് വെച്ചോടുക്ക്. എന്റെ മുഖത്ത് പിന്നെ വടിയായി. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തി? ഇനിയിപ്പോ രണ്ടാളും സ്റ്റോറി പറഞ്ഞു. നിങ്ങൾ രണ്ടാളും എങ്ങനെ കണ്ടുമുട്ടി? ഞങ്ങള് രണ്ടാളും ഒരു 10 വർഷം മുന്നേ അല്ലേ? 10-11 വർഷം മുന്നേ എനിക്കൊരു ബോധോദയം ഉണ്ടായി, ക്യാഡ് പഠിക്കാൻ പോവാന്ന്. അപ്പോൾ അവിടുന്ന് ക്യാഡ് സെന്റർ പോയപ്പോൾ അങ്ങനെ എൻ്റെ ടീച്ചറാണ് ഈ നിൽക്കുന്നത്. അങ്ങനെ പരിചയപ്പെട്ടാണ്. അങ്ങനെ പിന്നെ ഞാൻ ക്യാഡ് പഠിച്ചു. അങ്ങനെ ചെറുതായിട്ട് ഇല്ല, ഓഫീസ് ഇട്ടു. അപ്പോഴേക്കും എന്റെ കാല് ഫ്രാക്ചർ ആയി. അപ്പൊ പിന്നെ സ്റ്റെപ്പ് കയറാൻ പറ്റില്ലായിരുന്നു. പിന്നെ അങ്ങനെ വർക്കിന് പോലൊന്നും നടക്കില്ല. അപ്പോൾ ഇവര് തുടങ്ങിയപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കയറാൻ വരുമോന്ന് ചോദിച്ചു. അങ്ങനെ ഇവരും അസ്ലം പറഞ്ഞിട്ടൊരു പയ്യൻ ഉണ്ടായിരുന്നു, അവർ രണ്ടാളും തുടങ്ങിയത്. അപ്പം ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി വന്നു. സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നൊക്കെ 12 കൊല്ലം, എത്ര കൊല്ലായി? 11 കൊല്ലം കഴിഞ്ഞു. 11 കൊല്ലം കഴിഞ്ഞു. ഞാൻ വന്നിട്ട് ആകെ 3 കൊല്ലായിട്ടോ. ഇവള് വന്നതിന് ശേഷമാണ് 3 ഓഫീസ് ആയത് കേട്ടോ. മറ്റേ മാത്രം പോവായിരുന്നേ. ഞാന് ട്രെയിനിങ്ങിന് വന്നതാണ്. കോളേജിൽ നിന്ന് പഠിച്ചാനില്ലേ
പിന്നെ അങ്ങനെ 2021 മുതല് 22 മുതല് പിന്നെ അങ്ങനെ ക്ലാസ് കഴിഞ്ഞപ്പോ ക്ലാസ് കഴിഞ്ഞ വഴിക്ക് നേരെ ജോയിൻ ചെയ്തു. കുടുക്കി ഗൈസ്, കുടുക്കി. വെറുതെ അറിയാം. അല്ല അത് നമ്മള് വയറിലും മറ്റേ ചേച്ചി പോയി. ഞാൻ പോലും ഒപ്പായി. ചേച്ചി എന്നെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് ഇല്ല, വഴിയിൽ ഉപേക്ഷിച്ചു പോയിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും ഉള്ള അതൊക്കെ വരുമായിരുന്നു. ചേച്ചിക്ക് അപ്പത്തിന് എന്താ കാഞ്ഞപ്പോഴത്ത് ഓർച്ചറായിട്ട് കുറച്ച് ദിവസം ഒരു 6 മാസം കുറച്ച് ദിവസം ഒരു 6 മാസം വെള്ളം ഉപേക്ഷിച്ചു പോയി. അതെ, അതുകൊണ്ട് അവള് കാര്യങ്ങളൊക്കെ പഠിച്ചു. അതെ. പിന്നെ അവിടെ നിന്നിട്ടതാ ഇന്ന് അൽഹംദുലില്ലാ ഈ നിമിഷം വരെ ഒരുമിച്ചുണ്ട്, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പൊ ഇത്ര ഉള്ളൂ. ഇതിലിനി എന്താ എല്ലാവർക്കുള്ള സംശയം പോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നോ? അല്ല, ഇത് 2 കുട്ടികളെ അമ്മയാണ്. ഇത്ര ദിവസം പോകുന്ന 2 കുട്ടികൾ തന്നെ ഉണ്ട്. +2 പഠിക്കുന്ന 2 കുട്ടികളുണ്ട്. ഞാൻ ചെറിയ പയ്യനാണ്. പ്രായം കൊണ്ട് എന്റെ കുട്ടികൾ ചെറുതല്ലേ? കുട്ടികളെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അതെ, ചേച്ചി കണ്ണേട്ടന്റെ ടീച്ചർ, ഇപ്പൊ രണ്ടാളും എന്റെ ടീച്ചറായിട്ടും വരും. അത്രേ ഉള്ളൂ. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇപ്പൊ നേരെ തിരിച്ചാണ്. ഇപ്പൊ ഞങ്ങളെ ഫുള്ള് ഭരിക്കണ ആളാണ്. അങ്ങനെയൊന്നുമില്ല, ഞങ്ങള് പക്കാണ്, ഇപ്പൊ സെറ്റാണ്. ഇപ്പൊ ഫാമിലി 3 പേരുടെയും ഓക്കെയാണ്, ഞങ്ങളും ഓക്കെയാണ്. എല്ലാരും എല്ലാത്തിനും സപ്പോർട്ടാണ്. അതുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്, മുന്നോട്ട് പോകുന്നു, നല്ല രീതിക്ക് പോകുന്നുണ്ട്, സെറ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.